ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വാഹനങ്ങളിലേക്ക് ഡീകാർബണൈസേഷൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ ഉള്ളവർക്ക് ഇവരുടെ ഒരു സർവീസ് ലഭിക്കുന്നതാണ്. മൈലേജ് പ്രോ മാക്സ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര്. നാസിമുദ്ദീനാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത്. അപ്പൊ എന്റെ ഒരു വാഹനം നമ്മളൊരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു വയലിന്റെ കരയിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ തന്നെ പറയുന്നതാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇവർക്ക് സർവീസ് ഉണ്ടാകും. വീടുകളിലാണെങ്കിലും നിങ്ങളുടെ ഷോപ്പിലൊക്കെ ആണെങ്കിലും വന്നിട്ട് ഡീകാർബണൈസേഷൻ ചെയ്തു തരുന്നതാണ്. മൈലേജ് പ്രൊമാക്സ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര്. ഫസ്റ്റിലെ തന്നെ എഞ്ചിൻ റൂമിലെ പൊടിയൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറാണ് ഈ ഒരു വർക്കിനായിട്ട് ആവശ്യം വരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലോ ഒക്കെ വരുമ്പോൾ കറണ്ടോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഇവരുടെ കയ്യിൽ ജനറേറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ജനറേറ്റർ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ വർക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് കറണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഇവരുടെ കയ്യിൽ ജനറേറ്റർ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വാഹനത്തിൻ്റെ ഡീകാർബണൈസേഷൻ പ്രോസസ്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാസിമുദ്ദീൻ്റെ അടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് ഇവരുടെ ഒരു സർവീസ് ഉള്ളത്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിലാണെങ്കിലും വന്നിട്ട് ഈ ഒരു സർവീസ് ഇവർ ചെയ്തു തരും. ഒരു ഡീകാർബണൈസേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് കാർബൺ ഡെപ്പോസിറ്റ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഡീകാർബണൈസ് ചെയ്യുമ്പോൾ ഇതിനുള്ള കാർബൺ ഡെപ്പോസിറ്റ് പൂർണ്ണമായും സൈലൻസർ വഴി പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. കാർബൺ ഡെപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ എൻജിൻ മൈലേജ് കൂടുന്നു, പിക്കപ്പ് ഉണ്ടാകുന്നു, എൻജിൻ നല്ല സ്മൂത്ത് ആകുന്നു, ഈ എൻജിൻ്റെ ആയുസ് വർദ്ധിക്കുകയും ഇന്ധനക്ഷമത കൂടുകയും ചെയ്യുന്നു. പുക മലിനീകരണം കുറയുന്നു. മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയാണ് മറ്റൊരു കാര്യം. എൻജിൻ വാൽവുകളിലും പിസ്റ്റണിലും അടഞ്ഞുകൂടിയിരിക്കുന്ന കരി നീക്കം ചെയ്യുന്നതിലൂടെ ഇന്ധനം കൃത്യമായി കത്തുകയും മൈലേജ് വർദ്ധിക്കുകയും ചെയ്യും. എൻജിൻ്റെ കരുത്ത് വർദ്ധിക്കുന്നു. വാഹനം കയറ്റം കയറുമ്പോഴും മറ്റും അനുഭവപ്പെടുന്ന പവർ കുറവ് പരിഹരിക്കപ്പെടുകയും എൻജിൻ സുഗമമായി പ്രവർത്തിക്കുകയും ചെയ്യും. പുക മലിനീകരണം കുറയുന്നു. വാഹനത്തിൽ നിന്നും പുറത്തു വരുന്ന കറുത്ത പുകയുടെ അളവ് കുറയ്ക്കാനും അതുവഴി മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് PUC എളുപ്പത്തിന് നേടുവാനും ഡീകാർബണൈസേഷൻ ചെയ്താൽ സാധിക്കുന്നു. എനിക്ക് ഇനി ഇത് ചെയ്യാനുള്ളത് ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം. വാഹനത്തിന് പിക്കപ്പ് കുറവായിരുന്നു, അതുപോലെ തന്നെ മൈലേജും കുറവായിരുന്നു. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ഇനി ഈ വാഹനത്തിൽ നോക്കാനുള്ളത്. നമുക്ക് നേരെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി ഞാൻ പറയാം. ഇനി എങ്ങനെ ഉണ്ട് ഈ വണ്ടിയുടെ പിക്കപ്പ് എന്ന് നോക്കാം. 1 മിനിറ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടേ ഞാൻ പറയത്തുള്ളൂ. കുറച്ച് റഫായിട്ടുള്ള റോഡാണ്, അതുകൊണ്ട് തന്നെയാണ് ഒരു കോൺക്രീറ്റ് റോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ നമ്മൾ ഇതുപോലെയൊക്കെ വരുമ്പോൾ ആ ഒരു പിക്കപ്പ് ഉണ്ടോ അതിനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് കയറി പോകുന്നുണ്ട്. AC ഇട്ടിട്ട് തന്നെ വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് കയറി പോകുന്നുണ്ട്. സാധാരണ ഈ ഇത്രയും നല്ലൊരു കയറ്റമാണ് ഇപ്പൊ നമ്മൾ കയറിയത്. ആ ഒരു കയറ്റം വരുമ്പോൾ AC ഇട്ട് കഴിഞ്ഞാൽ വണ്ടി അവിടെ നിൽക്കും. പിന്നെ നമ്മൾ AC ഓഫ് ആക്കിയിട്ടാണ് സാധാരണ വണ്ടി ഡ്രൈവ് ചെയ്ത് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് കയറി പോകാൻ പറ്റുന്നുണ്ട്. അതൊരു 3-4 കിലോമീറ്റർ മൈലേജ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിക്കപ്പ് മൈലേജും ആയിരുന്നു. പിക്കപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാനിപ്പോൾ അവിടെ ഒരു നല്ലൊരു കയറ്റം കയറിയിരുന്നു. ആ ഒരു കയറ്റമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ AC ഇട്ടാണ് കയറിപ്പോയത്. സെക്കൻഡിൽ AC ഇട്ട് കയറി പോയാലും നമ്മൾ വണ്ടി അവിടെ നിൽക്കും. നേരത്തേക്ക് വണ്ടി പതുങ്ങി അവിടെ നിൽക്കുമായിരുന്നു. ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് വണ്ടി കയറിപ്പോയി. മൈലേജ് പ്രോ മാക്സ് ആണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തു തന്നത്. അവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിലാണെങ്കിൽ ഷോപ്പിൽ, നിങ്ങൾ എവിടെയാണോ അവിടെ വന്നിട്ട് ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ചെയ്തു തരും. വളരെ തുച്ഛമായ റേറ്റേ ഉള്ളൂ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ വാഹനത്തിന് ഈ ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞാൽ വാഹനത്തിന്റെ മൈലേജും വാഹനത്തിന്റെ പിക്കപ്പും അതുപോലെ തന്നെ എൻജിൻ ലൈഫും കൂടി കിട്ടുന്നതാണ്.